ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ച പുനരാരംഭിച്ചത് പ്രതീക്ഷ നൽകുന്നതാണെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. 55% നികുതി അടിച്ചാണ് ഡൊണാൾഡ് ട്രംപ് നമുക്ക് തന്നത്. അതിനുശേഷം നമ്മൾ ഒട്ടേറെ സാധ്യതകൾ തേടി. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അമേരിക്കയുമായിട്ടുള്ള കച്ചവടം നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. അത് നമുക്ക് നൽകുന്ന ട്രേഡ് സർപ്ലസ് എന്ന് പറയുന്നത്, വ്യാപാര ലാഭം എന്ന് പറയുന്നത് ചെറുതല്ലല്ലോ. അപ്പോൾ 7 മണിക്കൂർ നീണ്ട ചർച്ചയിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടായി എന്നാണ് സൂചന. വ്യാപാര കരാർ വേഗത്തിലാക്കാൻ ധാരണയായിട്ടുണ്ട്. അടുത്ത ചർച്ചയ്ക്ക് മുമ്പായി ഓൺലൈൻ കൂടിക്കാഴ്ചകൾ നടക്കുമെന്നറിയുന്നു. നോബൽ ബാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. നമ്മുടെ തീരുവ ഡൊണാൾഡ് ട്രംപ് അടിച്ചു തന്നത് മൂലം വലിയ ക്ഷീണമാണ് നമുക്ക് സംഭവിച്ചത്. അപ്പോൾ അത് പക്ഷേ ഉടനെ മാറുമായിരിക്കുമെന്ന് നമുക്ക് കരുതാം. ഈ വ്യാപാര ചർച്ച ഗുണകരമാകുമെന്നാണോ വിലയിരുത്തൽ? എന്തെങ്കിലും മാറ്റം ഉണ്ടാവൂ? അരുൺ, വളരെ പ്രതീക്ഷയോടെയാണ് എന്താണെങ്കിലും വ്യാപാര ചർച്ചയെ കേന്ദ്ര സർക്കാർ കാണുന്നത്. കാരണം വളരെ പോസിറ്റീവായ ചർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. 7 മണിക്കൂറാണ് ഇന്നലെ അടച്ചിട്ട മുറിയിൽ ചർച്ചകൾ നടത്തിയത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന്. ഈ ചർച്ചയിൽ പ്രധാനമായും ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഈ തീരുമാനങ്ങൾ ഇതുവരെ ഇരു രാജ്യങ്ങളും പുറത്തേക്ക് വിട്ടിട്ടില്ല. പ്രധാനമായും എത്രയും വേഗം ഈ വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കുക എന്നതാണ് ഈ രാജ്യങ്ങൾക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട കടമ്പ. അത് യാഥാർത്ഥ്യമാകും എന്ന് ഉദ്യോഗസ്ഥർ അടക്കം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു. നേരത്തെ ആരും സൂചിപ്പിച്ച പോലെ ഈ താരിഫ് അമിതമായി അടിച്ചേൽപ്പിച്ചതാണ് പ്രധാനമായും ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ വലിയ വിള്ളൽ ഉണ്ടാക്കിയത്. പക്ഷേ അത് പാച്ചപ്പിയാണ്. ആ വിള്ളൽ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ ഈ ചർച്ച എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനും. ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചർച്ചകൾ ഉണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. ആ ചർച്ചകൾക്ക് ഉള്ളിൽ തന്നെ പ്രധാനപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ച് പീയൂഷ് ഗോയൽ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ള ഒരുപക്ഷെ ഓൺലൈൻ യോഗങ്ങൾ അമേരിക്കയുടെ ഉദ്യോഗസ്ഥരുമായി നടത്താനുള്ള സാധ്യതയുണ്ട് എന്നവരും പുറത്തേക്ക് വരികയാണ്. അങ്ങനെയാണെങ്കിൽ എത്രയും വേഗം ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കി വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കുക എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ടത്. ഒപ്പം നരേന്ദ്രമോദിയുടെ 75ാം പിറന്നാൾ ദിനത്തിൽ ട്രംപ് ജന്മദിന ആശംസകൾ അടക്കം നേർന്നതൊക്കെ ഈ മുറിവുണക്കുന്നതിന്റെ ഭാഗമായി ഏറെ ഗുണം ചെയ്തിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. പ്രധാനമന്ത്രിയും അതിനെ വലിയ രീതിയിൽ തന്നെ പ്രശംസിച്ചുകൊണ്ട് അമേരിക്കയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുമെന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ഒപ്പം ഈ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ നിലപാടിനൊപ്പം നിൽക്കും എന്നടക്കമുള്ള കാര്യങ്ങളും മോദി പറയുകയുണ്ടായി. എന്താണെങ്കിലും ഈ രാജ്യങ്ങൾക്ക് ഇവിടെയുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമായെങ്കിൽ മാത്രമാണ് വ്യാപാര കരാർ അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ച് കൃത്യമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചത് പോലെ ഇന്ത്യയും അമേരിക്കയും എന്നുള്ള വ്യാപാര കരാർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇന്ത്യ എത്രയും പെട്ടെന്ന് തന്നെ ഇത് പൂർത്തിയാക്കാൻ, ഈ ചർച്ചകൾ പൂർത്തിയാക്കി കരാർ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു പോസിറ്റീവ് ചർച്ചയാണ് ഉണ്ടായത് എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. അരുൺ, താങ്ക് യു. നോബൽ ബാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു നോബൽ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ആ പ്രതീക്ഷ വയ്ക്കാം. വ്യാപാര ചർച്ച ഗുണകരമായി എന്ന് കരുതാം. കാര്യം അമേരിക്കയെ നമുക്ക് ഒരു കാരണവശാലും വിട്ടുകളയാൻ പറ്റില്ല. അതൊക്കെ ശരിയാണ്, സ്ട്രാറ്റജിക്കലായിട്ടുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിൽ പോലും കാര്യം നമുക്ക് വലിയ ലാഭമാണല്ലോ അമേരിക്കയുമായിട്ടുള്ള കച്ചവടം ഉണ്ടാക്കുന്നത്. അതൊക്കെ നമ്മുടെ സാമ്പത്തിക വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്.